നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു അടദോശ ഉണ്ടാക്കി നോക്കിയല്ലോ. അതിനായി ഒരു പാത്രത്തിൽ 3/4 ഗ്ലാസ് ചെറുപയർ, അതേ അളവിൽ തന്നെ 3/4 ഗ്ലാസ് വെള്ളക്കടല, അതുപോലെ തന്നെ കറുപ്പ് കടല 3/4 ഗ്ലാസ്, പിന്നെ പരിപ്പ് 1/4 ഗ്ലാസ്, പച്ചരി 1 ഗ്ലാസ്, ഇഡ്ഡലി അരി 2 ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ഉഴുന്ന് 1 ഗ്ലാസ്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വയ്ക്കുക, കുതിരാൻ വയ്ക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ ജീരകം, ചുവന്ന മുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി എന്നിവ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ച മാവിലേക്ക് ഉപ്പ്, കായപ്പൊടി, മല്ലിയില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് അടച്ച് വയ്ക്കും. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നല്ലപോലെ ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. മാവ് ഒരുപാട് വെള്ളം പോലെ ഉണ്ടെങ്കിൽ നല്ല മാവ്. 5 മിനിറ്റിന് നമ്മൾ ദോശ എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടദോശ. നമുക്ക് നല്ലൊരു മുളക് ചട്നി അരച്ചെടുക്കാം. അതിനാവശ്യമായി ചെറിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഉണക്കമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. മുളക് ചട്നി നമുക്ക് താളിച്ചെടുക്കാം. കടുകും ഉഴുന്ന് പരിപ്പും കറിവേപ്പില. കടുക് നമുക്ക് മുളക് ചട്നിയിലേക്ക് ചേർക്കാം. മുളക് ചട്നി റെഡി ആയിരിക്കുകയാണ്. ദോശ കൂടെ കഴിക്കാം. നമുക്ക് കല്ല് ചൂടായി ദോശ ചുട്ടെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് അടദോശ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മറിച്ചിടുന്നത് പിന്നെ സൗണ്ട്. ദോശ മറിച്ചിടാം. നല്ല മുളക് ചമ്മന്തിയും നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അടദോശയും എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.